കാര്യം നടന്നാൽ അതിന് പല രാഷ്ട്രീയ വായനകൾ വരും. അതിനോടിപ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം മിടുക്കനുസരിച്ചിട്ടാണെങ്കിൽ ശശി തരൂരിനെ വേണമെങ്കിൽ വിളിക്കായിരുന്നല്ലോ. ശശി തരൂർ പ്രതിപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു MP ആണ്. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഗ്ധോരണിയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ശശി തരൂരിനെയോ അതല്ലെങ്കിൽ ജയറാം രമേശിനെയോ ഒക്കെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വിളിക്കാം. നല്ല സന്ദേശമാണ്. താങ്കൾ പറഞ്ഞ കോട്സി കോൾ ഏറ്റവും അനുയോജ്യമാവുക കോൺഗ്രസിന്റെ MP മാരെ കൂടി, രാഹുൽ ഗാന്ധിയെ കൂടി വിളിച്ചാൽ അത് മനോഹരമായേനെ. അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ BSP, BJD, അതുപോലെ തന്നെ TDP, ഈ പാർട്ടികൾക്കൊപ്പം RSPയുടെ MPക്ക് ഒരു സ്ഥാനം കിട്ടുന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയ വായനയും. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് 2014 മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായി തോൽപ്പിക്കേണ്ട ആള് NK പ്രേമേന്ദ്രനാണ്. അതുകൊണ്ടാണ് അവർ 2014 MA ബേബിയെ, 2019 KN ബാലഗോപാലിനെ ഒക്കെ എതിരെ മത്സരിപ്പിച്ചത്. അവരെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടിയാണെങ്കിലും വലിയ ശത്രുവാണ്. BJPയുടെ കാര്യം അങ്ങനെയല്ല. BJPക്ക് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരും പാർലമെന്റിൽ NK പ്രേമേന്ദ്രനാണ് വോട്ട് ചെയ്യുന്നത് എന്ന മട്ടിലുള്ള സംസാരമൊക്കെ കൊല്ലത്തുണ്ട് താനും. അപ്പൊ ഇതിന്റെ ആത്യന്തികമായ വിവക്ഷകൾ എങ്ങനെയൊക്കെ എന്നുള്ളത് ഇപ്പൊ നമുക്ക് മുൻകൂട്ടി ഇന്നതേ പറയാൻ പാടൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അഭിലാഷ, ഇന്നതേ പറയാൻ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധവുമില്ല. വായി വരുന്നതൊക്കെ കോതയ്ക്ക് പാട്ടാകാം, ഒരു വിരോധവുമില്ല. ഇപ്പോൾ ഫലത്തിൽ അതല്ലേ ഉള്ളൂ. ഇപ്പോൾ അരുണ് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചല്ലോ, അടുത്ത തവണ ഞാൻ BJP ഒരു തൂക്ക് സഭ വരുമെന്നും BJPക്ക് അപ്പോൾ പ്രേമേന്ദ്രനെ കൂട്ടുപിടിക്കാം എന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രേമേന്ദ്രനുമായി ഇപ്പോൾ ആഹാരം കഴിച്ചത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തൂക്കുമന്ത്രിസഭ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പ്രേമചന്ദ്രൻ ജയിച്ചു എന്ന് CPM സമ്മതിക്കുകയാണ്. CPM സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിങ്ങൾ BJPയുടെ വോട്ട് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ. 2014 കൊല്ലത്ത് ഏത് പാർട്ടിക്കായിരുന്നു, ഏത് പാർട്ടിയുടെ MLA-മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MA ബേബിയെ മത്സരിപ്പിക്കുകയും അന്നത്തെ മന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയെ മത്സരിപ്പിക്കുമ്പോൾ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDF ആണ് ജയിച്ചിരിക്കുന്നത്. 2014 UDF മന്ത്രിസഭയാണ്. പക്ഷെ അതിന് മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ കൂടുതൽ അസംബ്ലികളും LDF-ൻ്റെതാണ്. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷം ഏതാണ്ട് എല്ലാ മണ്ഡലവും LDF ആണ് ജയിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് CPM രണ്ടാമത്? എല്ലാ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്ത് വന്ന CPM ലോക്സഭാ മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്ത് പോയി എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ MA ബേബി മത്സരിക്കുമ്പോൾ പ്രേമേന്ദ്രനെ ഏതാണ്ട് ഒരു മണമുള്ളവനോ എന്തോ പറഞ്ഞ് വിളിച്ചല്ലോ. ഞാൻ ആ പേര് ഉപയോഗിക്കുന്നില്ല. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ പോയി വിളിച്ചൊരു പേരുണ്ടല്ലോ, ഒരു വിശേഷണം. ആ വിശേഷണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അത്തരം ഒരു വിശേഷണം കൊടുക്കുമ്പോൾ, ഇപ്പം നമ്മുടെ തൃശ്ശൂരിലെ ബാലചന്ദ്രൻ രാമനെക്കുറിച്ചൊരു കഥ എഴുതിയല്ലോ. ഇപ്പോൾ ലാസ്റ്റ് തൃശ്ശൂരുകാർ പറയുന്നത് അത് സുനിൽകുമാർ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കഥ എഴുതിയത് രാമനെക്കുറിച്ച് എന്ന് പറഞ്ഞതുപോലെ ആയില്ലേ MA ബേബിയെ തോൽപ്പിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമായിരുന്നു എന്ന് എതിരാളികൾ പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കില്ലല്ലോ. കാരണം അതേപോലൊരു വാക്കാണല്ലോ പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞ്. അന്ന് അവിടെ ജയിച്ചു. 2019 പ്രേമേന്ദ്രൻ ജയിച്ചു. CPM ഇടതുപക്ഷം 2-ാം സ്ഥാനത്തായി. അങ്ങനെ 2-ാം സ്ഥാനത്ത് ആയപ്പോൾ CPM-കാർ വോട്ട് ചെയ്തു എന്ന് പറയാൻ ഒക്കുമോ? വോട്ട് കുറഞ്ഞാൽ, ഒരു മുന്നണിക്ക് വോട്ട് കുറഞ്ഞാൽ ആ വോട്ട് നിരീക്ഷകനോടും കൂടെയാണ് ചോദിക്കുന്നത്. നിരീക്ഷകൻ ചിലതൊന്നും നിരീക്ഷിക്കുന്നില്ല. അതാണ് പ്രശ്നം. നിരീക്ഷകൻ മോഡി ഇപ്പോൾ അരുൺ ബാബു പറഞ്ഞ് ഏറ്റുപറയുകയാണ് അവിടെ തൂക്കുമന്ത്രിസഭ വരും. സാർ 400 സീറ്റിലേറെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ കണക്കുകൂട്ടലും. അത് 2014 തൊട്ട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോഴും നിങ്ങളെപ്പോലുള്ള നിരീക്ഷകന്മാർ പറയും ഇപ്പോൾ തൂക്കുസഭ വരും, ഇപ്പോൾ തൂക്കുസഭ വരുമെന്ന്. ഞങ്ങൾ എന്തായാലും ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റോടെ ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ ഭരിക്കും, 3-ാം വട്ടം മോഡി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് ഇന്ത്യൻ ജനതയും ഉറപ്പാക്കിയിട്ടുണ്ട്. നിരീക്ഷകന്മാർക്ക് ഈ ഏപ്രിൽ മെയ് ഒക്കെ കഴിയണമായിരിക്കും, അത് സമ്മതിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു MP പ്രധാനമന്ത്രിയുടെ കൂടെ പോയി ഒരുമിച്ചിരുന്നാൽ എന്തിനാണ് CPM-ന് ഇത്ര അസഹിഷ്ണുത? എന്തിനാണ് ഭയം? എനിക്കതാണ് മനസ്സിലാക്കാത്തത്. എനിക്ക്
എനിക്ക് ഇപ്പോൾ അരുൺ ബാബു ഒക്കെ അടക്കം പറയുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ CPM എന്തായാലും തോക്കും. എന്നാൽ പിന്നെ CPM-ന്റെ വോട്ടും കൂടി പ്രേമേന്ദ്രന് പൊയ്ക്കോട്ടെ എന്ന് അരുൺ ബാബു അടക്കമുള്ളവരുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയം. കാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജയം ഉറപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, ഓക്കെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രേമേന്ദ്രൻ ജയിച്ചാൽ BJP-യോടൊപ്പം മന്ത്രിയാകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പോഴാണെങ്കിൽ ശരി, ഇപ്പൊ നാളെ പ്രേമേന്ദ്രൻ BJP ചേരും, മന്ത്രിയാകാൻ പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരി. ശരി, ഓക്കെ. ഇവിടെ നിരീക്ഷകനും പറയുന്നു, മോഹൻ തോമസും പറയുന്നത് അങ്ങനെയാ മന്ത്രിയാകുന്നത്. രണ്ടുപേരും നിഷ്പക്ഷ നിരീക്ഷകനും CPM-ന്റെ പ്രതിനിധിയും പറയുന്നത് പ്രേമേന്ദ്രൻ 2024 ജയിക്കാൻ പോകുന്നു. നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചോ?